Hello friends, welcome to my YouTube channel PV's Pavilion. What a game of cricket. Any score, any total can be chaseable. No issue if you score more than 350 runs, even 400 I think. People know how to chase it down with almost an over free spare. ക്രിക്കറ്റ് രണ്ടാം ODI against South Africa. India South Africa played at Raipur, the capital of ഛത്തീസ്ഗഡ്. നമ്മൾ വിശകലനം ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് എല്ലാവരോടും റിക്വസ്റ്റ്, പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ വാട്ട് we have seen is continuous loss of the toss. തുടർച്ചയായിട്ട് 20 മാച്ചുകളിൽ ടോസ് തോൽക്കുക. ക്യാപ്റ്റൻ മാറി, വെന്യൂ മാറി, ടീം മാറി, എല്ലാം മാറി. പക്ഷേ വൺ റിമൈൻസ് ദി സെയിം, ദാറ്റ് ലൂസിങ് ദി ടോസ്, നോട്ട് വിന്നിങ് ദി ടോസ്. ഇന്ത്യൻ പിച്ചുകളിൽ പ്രത്യേകിച്ച് ആഫ്റ്റർനൂൺ മാച്ചസ് നടക്കുമ്പോൾ ടോസ് ജയിച്ച് സെക്കൻഡ് ബാറ്റ് ചെയ്ത് ചേസ് ചെയ്യുകയാണ് ഒന്നുകൂടി ഈസി. സിംപിളി ബിക്കോസ് ഓഫ് ദി ഡ്യൂ. മൂടൽമഞ്ഞ് വന്ന് പുല്ലുകളെല്ലാം നനയും. പന്ത് രണ്ടോ മൂന്നോ ബോൾ ചെയ്യുമ്പോഴത്തേക്ക് ബോളെല്ലാം നനഞ്ഞ് ബോളിൻ്റെ ഷേപ്പിൽ വലിയ മാറ്റം വരുന്നില്ലെങ്കിലും ബോൾ ഗെറ്റ്സ് ഹെവിയർ. അത് ആഡിക്വേറ്റ് സ്പിൻ ചെയ്യാൻ പറ്റത്തില്ല. യു കനോട്ട് മൂവ് ഇറ്റ് പ്രോപ്പർലി, യു കനോട്ട് സ്വിങ് ഇറ്റ് പ്രോപ്പർലി. യു ഗോട്ട് ഓൾ ദി പ്രോബ്ലംസ് ഫോർ ദി ബോളേഴ്സ്. ബട്ട് ഓൺ ദി കോൺട്രറി, ബാറ്റിങ്ങിനാണെങ്കിൽ അത് കറക്റ്റ് പിച്ചിൽ വരുന്നു. they can move it, they can hit it at will. So that is the main reason people want to opt for batting, where sending the opposition team to bat first. So obviously South Africa has done the same thing, and India was asked to bat first. So but our batsmen are in the prime form, and they made a very, very good total, mammoth total indeed. That is what, 358 for 5 wickets. So ജയ്സ്വാളും കോഹ്ലിയും കാര്യമായ സംഭാവനകൾ ചെയ്തില്ല എങ്കിലും വിരാട് കോഹ്ലി തൻ്റെ 53ാമത് സെഞ്ചുറി ഇൻ വൺ ഡേ ക്രിക്കറ്റ്, 102 of 93 balls. Wonderful innings, back-to-back centuries for the great player GOAT. നമ്മുടെ ഗോട്ടാണ് വിരാട് കോഹ്ലി, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അതുപോലെ ഋതുരാജ് തൻ്റെ കന്നി സെഞ്ചുറിയുമായിട്ട് ഇന്നലെ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. ഋതുരാജ് ഗൈക്വാഡ് ഇസ് എ വണ്ടർ ബോയ്. 105 runs of 83 balls. KL Rahul as usual captain's knock കളിച്ചു, 66 of 43 balls. വാഷിങ്ടൺ സുന്ദറിനൊന്നും കാര്യമായിട്ട് റണ്ണൗട്ടായി. ജഡേജ സപ്പോർട്ട് കൊടുത്തെന്ന് പറയാൻ 24 of 27, ബട്ട് ഐ തിങ്ക് ഇറ്റ് വാസ് എ സ്ലോ ബാറ്റിംഗ്. ആ സമയത്ത് ഇവർക്കൊന്നും നോക്കാനില്ലായിരുന്നു. ഒരു എബോവ് 10 to 15 റൺസിൻ്റെ ആവറേജിൽ സ്കോർ ചെയ്യണമായിരുന്നു. Anyway, they could accumulate a wonderful total 358 runs. Okay. South Africa bowling പറയുകയാണെങ്കിൽ മാർക്കോ ജാൻസൺ 2 for 63, very good bowling at these conditions. Nandre Burger 1 for 43, Lungi NGD 1 for 51. Okay. അവരുടെ 3 ബോളേഴ്സെ കാര്യമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. മറ്റവരെല്ലാം ഇവരും അടി വാങ്ങിച്ചു, നന്നായിട്ട് അടി വാങ്ങിച്ചു. ഋതുരാജ് മുമ്പും നോക്കാതെ അടിച്ചിട്ടുണ്ട്. കോഹ്ലിയും നോ ഡിഫറൻസ്. അപ്പോൾ 359 വേണം ജയിക്കാൻ. ആർക്ക്? സൗത്ത് ആഫ്രിക്കയ്ക്ക്. ഓക്കെ, ഇനിയാണ് അവരുടെ താണ്ഡവം. അവരുടെ ഓപ്പണേഴ്സ്, ഇവരുടെ പ്രീവിയസ് ക്യാപ്റ്റൻ എഡിയൻ മാർക്രം 110 runs,
super knock off from an opening bat. Great innings. Bauma, their captain, stand-in captain for this match. ലാസ്റ്റ് മാച്ച് ക്യാപ്റ്റൻ മാർക്രമായിരുന്നു. ബൗമ കളിച്ചില്ലായിരുന്നു. ടെമ്പ ബൗമ ഒരു ലക്കിയസ്റ്റ് ക്യാപ്റ്റൻ ഓഫ് സൗത്ത് ആഫ്രിക്ക. 46 റൺസ് എടുത്തു. ബ്രെഡ്സ്കി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടർ ബോയാണ്. അദ്ദേഹം കഴിഞ്ഞ മാച്ചിൽ നന്നായിട്ട് കളിച്ചു. ഇപ്പോഴും 68 റൺസ്. ഡിവൈഡ് ബോളീസ് 54. അയാളാണ് എല്ലാ ഡിഫറൻസും വരുത്തിയത്. 34 ബോൾസിൽ 54 റൺ എടുത്തിട്ട് ഒരു 5 സിക്സൊക്കെ അടിച്ചിട്ട് അദ്ദേഹം ഗെയിമിൻ്റെ വഴി മാറ്റി. നല്ല സ്ട്രഗിൾ ചെയ്തിരുന്ന സൗത്ത് ആഫ്രിക്കയെ വിന്നിംഗ് ട്രാക്കിലേക്ക് നയിച്ചിട്ടാണ് അദ്ദേഹം ഔട്ടായത്. കോർബിൻ ബോഷ് എന്ന് പറഞ്ഞാൽ ടോപ്പ് ഫിനിഷറായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ മാച്ചിലും ഒരു ഹാഫ് സെഞ്ചുറി അടിച്ചിരുന്നു. ഇത്തവണ അത്രയും ആവശ്യം വന്നില്ല. ഒരു 15 ബോളിൽ 26 റൺസ് അടിച്ച് ഒരു പ്രോപ്പർ ഫിനിഷറായിട്ട് തൻ്റെ ജോലി നിറവേറ്റി. ബാക്കി പ്ലെയേഴ്സിനൊന്നും കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഇവർ തന്നെ മതിയല്ലോ. അതായത് 2 ഹാഫ് സെഞ്ചുറി, ഒരു സെഞ്ചുറി, ഒരു 46, ഒരു 26 എന്നൊക്കെ പറഞ്ഞുമ്പോൾ യു ക്യാൻ ഓവറോൾ എ ഗ്രേറ്റ് ടോട്ടൽ. അപ്പോൾ അങ്ങനെ സൗത്ത് ആഫ്രിക്ക ചേസ് ചെയ്ത് ജയിച്ചിരിക്കുകയാണ്. അങ്ങനെ സീരീസ് പരമ്പര 1-1 കിടക്കുകയാണ്. ഇനി അടുത്ത മാച്ച് 6-ാം തീയതി വിശാഖപട്ടണത്ത് നടക്കും. അതായിരിക്കും ഡിസൈഡർ ഹു വിൽ വിൻ ദി സീരീസ് ഓഫ് ODI ക്രിക്കറ്റ്. ഇതിനകത്ത് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ടീംസ് രണ്ടും ഏതാണ്ട് തുല്യ ശക്തികളാണെന്ന് കാണും നമ്മൾ. ഓക്കെ, ബാറ്റിങ്ങിൻ്റെ എഡ്ജ് ഇന്ത്യക്കുണ്ടെങ്കിലും ബൗളിംഗ് മോശമായതുകൊണ്ട് അവരുടെ ബാറ്റിംഗ് തിളങ്ങി നിൽക്കുന്നു. നമ്മുടെ ബൗളിങ്ങിൽ എനിക്ക് തോന്നുന്നു അർഷദീപും കുൽദീപും അല്ലാതെ മറ്റാരും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. അവരുടെ സ്ഥിരമായ തൊഴിൽ അടി വാങ്ങിക്കുകയാണ്. ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്ത പ്ലെയേഴ്സായി മാറി അവർ. അതിന് ഇൻസൾട്ട് ടു ഇഞ്ചുറി എന്ന് പറയുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ ഫീൽഡിങ്. ചേ എന്തൊരു ഫീൽഡിങ്ങാണിത്. ഒരു റൺ എടുക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ 4 റൺ കൊടുക്കുന്നു. മിസ് ഫീൽഡിൻ്റെ ഒരു 5 കളി. ഡ്രോപ്പിംഗ് ദി ക്യാച്ചസ്. മാർക്രമിൻ്റെ നല്ലൊരു ക്യാച്ച് ആദ്യം തന്നെ ആര് വിട്ടു? ജയ്സ്വാൾ വിട്ടു. ബൗണ്ടറിയിൽ വിട്ടെന്ന് മാത്രമല്ല, ക്യാച്ച് പോയെന്ന് മാത്രമല്ല, അത് 6 ആയി. വെരി വെരി പുവർ ഫീൽഡിങ്. 80സിനെയും 90സിനെയൊക്കെ ഓർപ്പിക്കുന്ന നാണിപ്പിക്കുന്ന ഫീൽഡിങ്ങിലാണ് ഇന്ത്യ മാച്ച് ലൂസ് ചെയ്തത്. അല്ലെങ്കിൽ 350 നല്ല 9 ഔട്ട് ഓഫ് 10 എപ്പോഴും ജയിക്കുന്നതാണ്. ബട്ട് യെസ്റ്റർഡേ ഡ്യൂ ടു ദി പുവർ ഫീൽഡിങ് ആൻഡ് പുവർ ബോഡി ലാംഗ്വേജ്, ഐ തിങ്ക് കോഹ്ലി സെഞ്ചുറി അടിച്ച്, ഋതുരാജ് അതിൻ്റെ ഫസ്റ്റ് സെഞ്ചുറി അടിച്ച് നിൽക്കുന്ന ഇത്രയും വലിയൊരു ടോട്ടൽ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് ഡിഫെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി വെരി പുവർ ഓൺ ദി പാർട്ട് ഓഫ് ദി ബോളിംഗ് സൈഡ് ആൻഡ് ദി ഫീൽഡിംഗ് സൈഡ്. ഓവറോൾ സൗത്ത് ആഫ്രിക്ക മച്ച് ഡിസർവ്ഡ് വിന്നറാണ് ഈ കളിയിൽ എനിക്ക് തോന്നി. പിന്നെ ടെമ്പ ബൗമ ഇസ് എ ലക്കി ചാമാണ് സൗത്ത് ആഫ്രിക്കയുടെ. അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു പ്ലെയറാണ്. ബോണ എന്ന് പറഞ്ഞാൽ കുള്ളൻ എന്ന് വിളിക്കുന്നത്. ബോണ എന്നൊക്കെ വിളിച്ച് അവനെ കളിയാക്കിയ ഒരു ചരിത്രമുണ്ട് ടെസ്റ്റ് ടീമിൽ. ടെസ്റ്റിന് അവൻ അതിന് പകരം വീട്ടി. ഇപ്പോഴും ഒരു 46 റൺസ് എടുത്തെന്ന് പറയില്ല. ആ സമയത്ത് വിക്കറ്റ് പോകാതെ മൈൻഡ് ചെയ്തിട്ട് കഴിഞ്ഞ കളിയിൽ എന്ന് പറഞ്ഞാൽ 11 റൺസിനിടയിൽ 3 വിക്കറ്റ് പോയിരുന്നു സൗത്ത് ആഫ്രിക്ക, ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ. ഇന്ന് അങ്ങനെയൊന്നും വിക്കറ്റ് പോകാതെ നന്നായിട്ട് പിടിച്ചു നിന്ന്, എന്നാൽ റൺ റേറ്റ് അധികം കുറയാൻ പോകാതെ 7-8 റൺസ് എന്ന് പറഞ്ഞൊരു ഓവറിൽ ഇന്ത്യൻ പിച്ചുകളിലൊരു വിഷയമല്ല, പ്രത്യേകിച്ച് ചേസ് ചെയ്യുന്നൊരു ടീമിന്. ഓക്കെ, അടുത്ത മാച്ച് 6-ാം തീയതിയാണ്. നമുക്ക് അതിലെന്തെങ്കിലും മിറാക്കിൾ പ്രതീക്ഷിക്കാം. പ്ലെയർ ഓഫ് ദി മാച്ച് ഒബ്വിയസ്ലി ആഡിയൻ മാർക്രം ഓഫ് സൗത്ത് ആഫ്രിക്ക. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ സൗത്ത് ആഫ്രിക്ക. Okay, bye-bye.